വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി പുതിയൊരു ഡിഷായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 11:10 അപ്പോൾ ഉച്ചക്കത്തേക്ക് ഊണിന് വേണ്ടിയിട്ട് ഞാൻ കല്യാണ വീട്ടിലൊക്കെ റെഡിയാക്കുന്ന പോലത്തെ കോവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കോവയ്ക്ക എടുത്തേക്കുന്നത്. ഇത് നാടനാണ്, നമ്മുടെ വീട്ടിലുണ്ടായത്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത്. നാടൻ തികയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കടയിൽ നിന്നും കൂടെ വാങ്ങിച്ചു. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കാം. നമുക്ക് ഈ കോവയ്ക്കയുടെ രണ്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മുറിച്ച് കളയാം. എല്ലാം അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ മുറിച്ചിട്ടുണ്ട് എല്ലാം തന്നെ. ഇനി വീണ്ടും നമുക്കിത് കഴുകാം. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് അത്ര വിഷമൊക്കെ ചേർത്തതായിരിക്കും. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇത് വീട്ടിലുണ്ടായത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കടയിൽ നിന്ന് മേടിച്ചത് കുറച്ചുകൂടി നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അരിയാൻ. പിന്നെ നമുക്കിത് നൈസായിട്ട് അരിയാം. ഇങ്ങനെ ചെരിച്ച് ചെറുതായിട്ട് ഇതുപോലെയാണ് നമ്മൾ അരിയേണ്ടത്. അങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് മസാലകൾ ഇടാം. ആദ്യം ആവശ്യത്തിന് ഉപ്പിടാം, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. സാധാരണ കല്യാണത്തിനൊക്കെ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർക്കും. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല. അതല്ലാണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളെ. അപ്പോൾ നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വറുത്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ തീയിലാണ് നമ്മളിതിട്ട് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആവത്തില്ല. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വലിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊന്ന് ഇതൊന്ന് കുറച്ചിതായി വരുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇട്ടതേ ഉള്ളൂ, എനിക്കത് ഇട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. പെട്ടെന്ന് അത് ഓക്കെ ആയി കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ അധികം നേരം വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മസാലകൾ നല്ലപോലെ പിടിച്ചോന്ന് ചോദിച്ചാൽ പിടിച്ചില്ല. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് ടൈം കുറച്ച് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം വെച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഇത് ഫ്രൈ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കോവയ്ക്ക വറുത്തതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചോറിൻ്റെ കൂടെയായിട്ട് എടുക്കുന്നത്. അപ്പം ഇച്ചിരി പയർ തോരനും എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ കൊടുത്താൽ മതി, അവർ കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. എൻ്റെ കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി ഇനിയും വരും. ഞാൻ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.